അങ്ങനെ നമ്മൾ ടൈഗർ ടോപ്പിയിലെ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ എന്തായാലും നമുക്കൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ. കാരണം ടൈഗറിൻ്റെ കൂടെ അങ്ങനെയൊന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം കേട്ടോ. നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സാങ്ച്വറി ഓഫ് ട്രൂത്ത് ആണ്. അപ്പോൾ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം കാണുമ്പം എല്ലാവരും വിചാരിക്കും അതൊരു ടെമ്പിളാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടെമ്പിൾ അല്ല കേട്ടോ. അത് ടെമ്പിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ശരിക്കും ഒരു പ്രൈവറ്റ് വ്യക്തിയുടെയാണ്, ഒരു പ്രൈവറ്റ് ബിസിനസ്മാൻ, തായ്ലൻഡിലുള്ളൊരു ബിസിനസ്മാൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ അവിടെയുള്ളൊരു മ്യൂസിയമാണ് ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തിയതിന് ശേഷം വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഡ്രൈവർ ഈ പറയുന്ന കോമ്പൗണ്ടിൽ തന്നെ സ്ഥലമുണ്ട്, അതിൻ്റെ അങ്ങേ സൈഡിലാണ്. അപ്പോൾ അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. അതിനുശേഷം ഡ്രൈവറുടെ കൂടെ നമ്മളെല്ലാവരും തിരിച്ചും കൂടെ നടന്നു വരും കേട്ടോ. അപ്പം ഡ്രൈവർ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ടാണ് നമുക്ക് ഈ പറയുന്ന ടിക്കറ്റും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നത്. അതെല്ലാം പാക്കേജുകാരുടെ ഇതിലാട്ടോ, പാക്കേജിൽ ഇൻക്ലൂഡഡാണ് ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളെല്ലാം. അപ്പം സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലുമ്പം അവിടെ നിന്ന് തന്നെ നമുക്കൊരു ഗൈഡിനെ കിട്ടും. അപ്പോൾ ഈ ഗൈഡ് എന്ന് പറഞ്ഞാൽ ഇവർ പല സെക്ഷനായിട്ടാണ് നടത്തുന്നത്. 45 മിനിറ്റുള്ള പല സെക്ഷനായിട്ടാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ ഈ ഗൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഉണ്ടാവും, തായ്ലൻഡ് ഉണ്ടാവും, അതുപോലെ അറേബ്യൻ രാജ്യങ്ങളിലുള്ള ഭാഷകളുണ്ടാവും. അങ്ങനെ ഒരു 5-6 ഭാഷയിലുള്ള ഗൈഡുമാരുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ടൈമിലും എല്ലാ ഗൈഡ്സിൻ്റെയും ഇത് അവിടെ അവൈലബിൾ അല്ല. അവർക്കൊരു ടൈം ഷെഡ്യൂളുണ്ട്. അപ്പോൾ ആ ടൈമിംഗ് അനുസരിച്ച് ഇപ്പോൾ നമുക്ക് കിട്ടിയത് 12:30 ഷെഡ്യൂൾ ആ ടൈമിങ്ങിലാട്ടോ. അപ്പം ആ ടൈമിങ്ങിൽ ആക്ച്വലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡായിരുന്നു നമ്മളവിടെ ചുറ്റി കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അവർ ഇംഗ്ലീഷിലാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതെന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും കണ്ട് മനസ്സിലാക്കാനും ഉണ്ട് കേട്ടോ. നമ്മൾ ചുമ്മാ പോയി അത് ചുറ്റിക്കറങ്ങി കാണുവാണെങ്കിൽ നമുക്കതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവരത് അങ്ങനെ ചെയ്തിരിക്കുന്നത്, അവിടെ കൊത്തിവെച്ചിരിക്കുന്ന ഓരോ രൂപങ്ങളുടെയും എന്താണ് അതിൻ്റെ മീനിങ്, ഇന്നർ മീനിങ് എന്താണ് ഈ പറയുന്ന കാർപ്പൻറ്റേഴ്സ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇതെല്ലാം ഇവർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അറൗണ്ട് ഒരു 40 to 45 മിനിറ്റ്സിൻ്റെ ഒരു ടൂറാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ഇതുപോലൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഈ വ്യൂ പോയിൻറ്റിൽ നിന്ന് അത്യാവശ്യം നമുക്ക് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കാം. ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. അപ്പം ഇവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആക്ച്വലി അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ കറക്റ്റ് 12:30 ആവാറായപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോയപ്പോൾ ഫോട്ടോ എടുക്കാൻ സമയമില്ലാത്ത കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ഗൈഡിൻ്റെ കൂടെ താഴേക്ക് ഇറങ്ങി. ഇതുപോലെ നമ്മൾ വന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്നതിന് ശേഷമാട്ടോ നമ്മൾ ഈ പറയുന്ന സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന മ്യൂസിയത്തിലേക്ക് പോകുന്നത്. അപ്പം ഈ ഇറങ്ങുന്ന സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം ഭയങ്കര രസകരമായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെല്ലുമ്പോൾ തന്നെ ഇവർ നമുക്ക് ഹെൽമെറ്റുകൾ തരും കേട്ടോ. അപ്പം അത് എന്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഹെൽമെറ്റ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ചെറിയ തടിയുടെ പീസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ തലയ്ക്ക് വീണിട്ട് പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും പറ്റാണ്ടിരിക്കാനാണ് ഇവർ ഹെൽമെറ്റ് വെയർ ചെയ്യണമെന്ന് നിർബന്ധമായിട്ടും പറയുന്നത് കേട്ടോ. അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ നമ്മളതെല്ലാം കണ്ടു കേട്ടി ടൂർ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ അത് തിരിച്ചേൽപ്പിക്കാനുള്ള സ്ഥലവും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഇതുപോലെ ഒരു ബെഞ്ചിൽ എല്ലാവരെയും ഇരുത്തി അതുപോലെ എല്ലാവരെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇതായിരുന്നു നമ്മുടെ ഗൈഡ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിന് ശേഷമാണ് നമ്മളെ ഈ പറയുന്ന മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അവിടെ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് ഇപ്പോൾ നമുക്ക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അതുപോലെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും ഈ പറയുന്ന ഗൈഡിനെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് 1981 അതായത് ഏകദേശം ഒരു 45 വർഷമായിട്ട് ഇപ്പോഴും അതിൻ്റെ കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇത്രയും വർഷമായിട്ട് എന്താ ഇതിൻ്റെ പണി തീരാത്തതെന്ന്, അതിന് മാത്രമേ എന്താ അവിടെ ഉള്ളതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇനിയുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ അടുത്തുനിന്നുള്ള വീഡിയോസ് കാണുമ്പം അതിൻ്റെ ഓരോരോ കൊത്തുപണികളും അതുപോലെ അവിടുത്തെ കാർപ്പൻറ്റേഴ്സ് അതിന് എത്രമാത്രം എഫോർട്ട് ഇട്ടുമെന്നെല്ലാം ആ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതുപോലെ ചെറിയൊരു തടാകം കടന്നാണ് നമ്മൾ മ്യൂസിയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ പറയുന്ന മ്യൂസിയം മാത്രമല്ല, നമുക്കത് കൂടാണ്ട് കുറേ അധികം ആക്ടിവിറ്റീസുകളും ഇവരുടെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡ് ബോട്ടിംഗ് ഉണ്ട്, പെഡൽ ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എലിഫൻറ്റ് റൈഡ് ഉണ്ട്. തായ് കൾച്ചറൽ കോസ്റ്റ്യൂമും നമുക്ക് ഇവരുടെ റെൻറ്റിന് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് റെൻറ്റിനെടുത്ത് നമുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഒരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ മ്യൂസിയത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൊത്തുപണികളും ചെയ്യുന്ന ഒരു ഏരിയ കേട്ടോ. നമ്മുടെ കാർപ്പൻറ്റേഴ്സ് ഇവിടെ ഇരുന്നിട്ടാണ് അങ്ങോട്ട് ആവശ്യമായിട്ടുള്ള എല്ലാവിധ വർക്കുകളും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓരോ സെക്ഷൻ തിരിച്ചാണ്, നമുക്കതെല്ലാം ഇതുപോലെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് ബോർഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരോ സെക്ഷനും പോയി എല്ലാം കണ്ടു കേട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ മ്യൂസിയം ഫുൾ പണി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു മിനിയേച്ചർ രൂപം അവർ നമുക്ക് കാണാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് അതും ശരിക്കും കണ്ടു കഴിയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഫുൾ പണി കഴിയുമ്പം എന്താണ് ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. നമ്മുടെ ഗൈഡ് ഇതിൻ്റെ ഒരു മിനി സ്ട്രക്ചറും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഈ മ്യൂസിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 98% വുഡ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. അതിനകത്ത് ഈ 2% എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട് അവരൊരു ലിഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ആ ലിഫ്റ്റിൻ്റെ ഒരു മെക്കാനിസം മാത്രമാണ് അവർ മെറ്റലും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി ഇതിൻ്റെ ഫുൾ സ്ട്രക്ചർ പണിയാൻ അവരുപയോഗിച്ചിരിക്കുന്ന വുഡാണ് കേട്ടോ. അതാണ് നമ്മുടെ ഈ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എല്ലാവരും അവകാശപ്പെടുന്നത്. ഇനിയപ്പോൾ നമുക്ക് ഈ മ്യൂസിയം ചുറ്റി നടന്നൊന്ന് കാണാം. അതുപോലെ തന്നെ ഇതിനകത്തുള്ള കൊത്തുപണികൾ നമുക്കൊന്ന് കാണാം. അങ്ങനെ ഏകദേശം ഒരു 45 മിനിറ്റും കൊണ്ട് നമ്മുടെ ഗൈഡ് സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമുക്ക് തന്നു. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പട്ടായ സൺബീം ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യുക എന്നുള്ള കേട്ടോ. നമ്മൾ അവിടെയാണ് റൂമും കാര്യങ്ങളെല്ലാം എടുത്തേക്കുന്നത്. അത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡാണ്, അവർ അറേഞ്ച് ചെയ്ത് തന്ന റൂംസാണ്. അപ്പോൾ ഇനി 2 മണിക്ക് മുമ്പായിട്ട് അവിടെ ചെല്ലുക, 3 മണിക്ക് മുമ്പായിട്ട് അവിടെ ചെക്ക് ഇൻ ചെയ്ത് റൂമിൽ കയറുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അതിനുശേഷം വൈകുന്നേരം നമുക്ക് അൽക്കസാർ ഷോ കാണാൻ പോകണം. അപ്പം എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.